എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ട് ഇപ്പോൾ അകന്നു കഴിയുന്ന ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴുള്ള നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട് ഈ ഒരു ഫീലിങ്സ്. നമ്മുടെ സെൻ ടാറോട്ട് കാർഡ് വഴിയാണ് നോക്കാൻ പോകുന്നത്. അവരുടെ ഫീലിങ്സ് എന്താണ്, അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അഥവാ ഒരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. തീർച്ചയായിട്ടും എൻ്റെ റീഡിംഗ് കൊണ്ട് കുറച്ച് പേരെങ്കിലും ജീവിതത്തിൽ ഒരു പ്രകാശം പരത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് കൂടിയാണ്. എപ്പോൾ നിങ്ങൾ കാണുന്നു അപ്പോൾ നിങ്ങൾക്കിത് റെസൊണേറ്റ് ആകുന്നതാണ്. നിങ്ങൾ ഓർക്കുക, ടാറോട്ട് കാർഡ് എന്ന് പറഞ്ഞൊരു നിർദ്ദേശം മാത്രമാണ്. അപ്പം നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല ഒരു പ്രകാശം പരത്താൻ വേണ്ടി ഒരു റീഡിംഗ് കൊണ്ട് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളിൽ നിന്ന് അകന്നുപോയ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ, എന്താണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് നോക്കാം. അവരുടെ മനസ്സിൽ അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മുഖം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുക. ഒരു ദീർഘനിശ്വാസമൊക്കെ എടുത്തതിന് ശേഷം കാണുക. വളരെ ബ്യൂട്ടിഫുൾ കാർഡ്സൊക്കെയാണ് വന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറഞ്ഞാൽ ന്യൂ വിഷൻ കാർഡാണ്. ഇപ്പം നമുക്ക് നോക്കാം, അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മനസ്സിനെ ഏകാഗ്രമാക്കി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ അവർക്കിപ്പോൾ ആ ഒരു ജീവിതത്തോടൊരു വിരക്തി തോന്നിത്തുടങ്ങി. അതായത് നിങ്ങളിൽ നിന്ന് ഉപേക്ഷിച്ച് പോയ ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും അവർ ജീവിക്കുന്ന ആ ഒരു ജീവിതത്തോട്, നിങ്ങളില്ലാത്ത ആ ഒരു ജീവിതത്തിലെ ആ ഒരു മൊമെൻറ്റിനോടൊക്കെ ഉള്ള, നിങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തോടൊരു വിരക്തി തോന്നിത്തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അവരൊട്ടും പാഷനേറ്റ് അല്ല. ഇവിടെ ഒരു കുടുക്കിപ്പെട്ടൊരു വ്യക്തിയുടെ ഒരു അവസ്ഥയാണ് കാണുന്നത്. അതായത് ഒരു തേർഡ് പാർട്ടിയുടെ എനർജി മൂലം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു കുടുക്കിൽപ്പെട്ടൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കാണുന്നത്. അവരൊറ്റയ്ക്കിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫീലിങ്സുകളെല്ലാം അവർ ഹൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ അവർക്ക് ഒട്ടും പാഷനില്ല. അവരുടെ മനസ്സിലേറെ മനസമാധാനമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായി പിരിഞ്ഞിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, ലവറാവാം, ആരുമാകാം. അപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അവർക്ക് ജീവിക്കണമെന്ന് പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. അവരത്രത്തോളം ഭേദകമായ സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം മെൻ്റൽ പെയിൻ അവരനുഭവിക്കുന്നുണ്ട്. മനസ്സിലെ ആഴങ്ങളിൽ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെപ്പറ്റി അവർ ദീർഘമായിട്ട് അവർ വളരെ ആ ഒരു വ്യക്തി, നിങ്ങളുടെ ഒരു ഓർമ്മകളൊക്കെ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ചുട്ടുപൊള്ളിക്കുന്ന ഓർമ്മകളാണ്. നിങ്ങളുടെ ചുട്ടുപൊള്ളിക്കുന്ന ഓർമ്മകളൊക്കെ അവരെ വളരെ വേദനിപ്പിക്കുന്നുണ്ട്. ആ ഓർമ്മകൾ, ആ നീറ്റൽ, അതൊരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി അതിൽ കുടുങ്ങിക്കിടക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോഴും അവർ ഏതു ബന്ധത്തിലാണ്, നിങ്ങളെ കളഞ്ഞ് വേറെ ഏതു ബന്ധത്തിലാണോ പോയത്, ഇതിപ്പം ആ ഒരു വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ട് പോയ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ശാരീരിക സുഖത്തിന് വേണ്ടി നിങ്ങളെ തഴിഞ്ഞ് മറ്റൊരു വ്യക്തിയുടെ കൂടെ പോയ ഒരു വ്യക്തിയാവാം. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഒട്ടും ഹാപ്പിയല്ല എന്നാണ് കാണുന്നത്. അവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നതായിട്ടാണ് കാണുന്നത്. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയാണ്. അവർ ഓരോ ദിവസവും ഇങ്ങനെ തള്ളി നീക്കുവാണ്. നാളെ ശരിയാകും. അവർ ചിന്തിക്കും, ഇപ്പോഴത്തെ അനുഭവത്തെപ്പറ്റി അവരെന്താണ് ചിന്തിക്കുന്നത്, ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ.
അതുപോലെ അവരെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവർക്കൊട്ടും ആത്മവിശ്വാസം ഇല്ലെന്ന് കാണുന്നുണ്ട്. അവരവരുടെ വികാരങ്ങളെയൊക്കെ അവർ അടിച്ചമർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് സപ്രഷൻ കാർഡിലൂടെയൊക്കെ സൂചിപ്പിക്കുന്നത്. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവരത്രത്തോളം മാനസിക വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. ശരിയും തെറ്റും എന്താണെന്ന് അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദം, അതുപോലെ തന്നെ ഒരു ഒറ്റപ്പെടലാണ്. അവരുടെ കൂടെ ഒരു പങ്കാളി ഉണ്ടാവാം ഇപ്പം, പക്ഷേ ആ ഒരു ബന്ധത്തിൽ അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരെ കേൾക്കാനും നിങ്ങളവരെ കേട്ട പോലെയും നിങ്ങൾ മനസ്സിലാക്കിയ പോലെ ആ ഒരു വ്യക്തിയെ, ആ ഒരു പങ്കാളി അല്ലെങ്കിൽ നിലവിലത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകുന്നില്ല. അവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ന് ശരിയാകും, നാളെ ശരിയാകും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ തള്ളി നീക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ജീവിക്കണമെന്ന് പോലും താല്പര്യമില്ല. ഒരു ലേസ്നെസ്സാണ്, ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് അവർക്ക് ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്കില്ല. കടുത്ത മാനസിക വേദനയാണ് ആ ഒരു വ്യക്തി അനുഭവിക്കുന്നത്. അത്രമാത്രം എല്ലാം അടിച്ചമർത്തുകയാണ് അവരുടെ ഫീലിങ്സ് മൊത്തം. ഇവിടെ ഒരു സപ്രഷൻ കാർഡൊക്കെ വന്നുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കടുത്ത മാനസിക സമ്മർദ്ദമാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമിച്ച് ഒരു ആത്മവിശ്വാസം ഇല്ലായ്മയാണ് ആ ഒരു വ്യക്തിക്ക്. ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് അവർക്കറിയില്ല. അതായത് തന്നെ അവരൊട്ടും ആക്റ്റീവ് അല്ല എന്നാണ് കാണുന്നത്. ഒരു മാനസിക മരവിപ്പാണ് അവർക്ക് ഇപ്പം അനുഭവപ്പെടുന്നത്. അവർക്ക് ഭയമാണിപ്പം. അതായത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഇപ്പോഴവർ നിങ്ങളെ ഉപേക്ഷിച്ച് ഏത് സിറ്റുവേഷനിലേക്കാണ് ആ ഒരു വ്യക്തി പോയത്, അവിടെ അവർക്കൊരു ഭയമാണുള്ളത്. അവർക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് ആ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല. ഒരു തീരുമാനം എടുക്കാനായിട്ട് ആ ഒരു വ്യക്തിക്ക് പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നതെന്ന് കാണുന്നുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ, ഒരു സ്വയം തീർത്ത തടവറയ്ക്കുള്ളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ കാണുന്നത്. അവരെല്ലാം ഡിവൈനിൽ സറണ്ടർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ജീവിതത്തെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, ഇത് എന്തെങ്കിലും ശരിയാകുമെന്നൊക്കെയുള്ളവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെറും ഇതാണ്, ഒരു മിഥ്യാധാരണയായിട്ട് ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തി കാര്യങ്ങൾ പുതിയ രീതിയിൽ കാണാൻ പ്രാപ്തനായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളുടെ വാല്യൂ ഇപ്പം മനസ്സിലാകുന്നുണ്ട്. അതാണ് ഒരു പോസിബിലിറ്റി കാർഡ്. അതായത് ആശയക്കുഴപ്പങ്ങളൊക്കെ ഒഴിവാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തി ആഴത്തിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തെപ്പറ്റി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ വികാരങ്ങളെയൊക്കെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഓവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തി. അത്രത്തോളം മാനസിക വേദന ആ ഒരു വ്യക്തി നിലവിൽ അനുഭവിക്കുന്നുണ്ട്. അതായത് അവർ അത്രത്തോളം വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ്. ജീവിതത്തിൽ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്ന് ആ ഒരു വ്യക്തിക്ക് അറിയില്ല. അവരൊരു സ്വയം ഒരു പരിമിതി, ഒരു ബൗണ്ടറി നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. എല്ലാത്തിൽ നിന്നും അവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. കാര്യം അവരൊരു കൂടെ ആരൊക്കെ ഉണ്ടെങ്കിലും അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്രമാത്രം മാനസിക വേദനയിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും ഒന്നും വേണ്ടായിരുന്നു, നിങ്ങളാണ് ശരിയെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. കർമ്മ എന്ന് പറയുമല്ലോ, നമ്മൾ ജീവിതത്തിൽ ആ ഒരു വ്യക്തി നിങ്ങളെ കളഞ്ഞ് മറ്റൊരു വ്യക്തിയുടെ കൂടെ സുഖം തേടിപ്പോയി. പക്ഷേ അവിടെ അവരൊട്ട് ഹാപ്പിനെസ് അല്ല, അവർ ഹാപ്പി ആയിട്ടല്ല പോകുന്നത്. അവരവരുടെ ഫീലിങ്സൊക്കെ അടിച്ചമർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അവരുടെ വികാരങ്ങളെല്ലാം അവർ ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ദേഷ്യമാണെങ്കിലും ദുഃഖമാണെങ്കിലും ആഗ്രഹങ്ങളാണെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഉള്ളിൽ തന്നെ അമർത്തി വെച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഒരു സ്ഫോടനാത്മകമായ ഒരു അവസ്ഥ. സ്വയം ശ്വാസം മുട്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. ഒരു തുറന്നു പറച്ചിലില്ല അവർക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്ത്. ഇപ്പോഴേത് വ്യക്തിയുടെ കൂടെയാണ് അവരുള്ളത്, അവിടെ ഒരു തുറന്നു പറച്ചിൽ കാണുന്നില്ല. അവർ മനസ്സിൽ അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം അവരൊട്ടും ഹാപ്പിയല്ല. അവരൊട്ടും ഹാപ്പിയല്ല.
പക്ഷെ ഇങ്ങനെ പോയാൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവർക്കൊരു നിശ്ചയമില്ല. അപ്പോൾ ഇവിടെ അടുത്തൊരു കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവിടെ ഒരു വി ആർ ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലായതൊരു കാര്യം, ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ആ ഒരു വ്യക്തിക്കൊരു ഉൾക്കാഴ്ച വരുന്നത് എന്താണ്, അവർക്കൊരു എന്താണോ അവരുടെ നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇന്നർ വോയിസ് എന്താണോ പറയുന്നത്, അത് കേട്ട് മുന്നോട്ട് പോകാൻ ആ ഒരു വ്യക്തി തയ്യാറാവുന്നതായിട്ടാണ് കാണുന്നത്. നല്ല രീതിയിൽ കാര്യങ്ങളെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുറമേ നിന്ന് അനലൈസ് ചെയ്യാതെ കാര്യങ്ങളെയൊക്കെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ ആ ഒരു വ്യക്തി ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്വയം തിരിച്ചറിവ് വരുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക്. ഒരു പ്രശ്നപരിഹാരം വരുന്നുണ്ട്. ഈ ഒരു കാര്യത്തിനൊക്കെ ഒരു പരിഹാരം വേണമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അത്രത്തോളം ആ ഒരു വ്യക്തി അനുഭവിച്ചു കഴിഞ്ഞു ആ ഒരു സിറ്റുവേഷൻ. ഇതൊരു തേർഡ് പാർട്ടി മാത്രമല്ല, ഏത് സിറ്റുവേഷൻ, നിങ്ങളിൽ നിന്ന് അകന്ന് വേറെ ഏത് സിറ്റുവേഷനിലേക്കാണോ ആ ഒരു വ്യക്തി പോയതെങ്കിലും അവരതിൽ ഹാപ്പിയല്ല. അവരത്രത്തോളം ആ ഒരു കാര്യത്തിൽ ഒരുപാട് മാനസിക വേദന അനുഭവിക്കുന്നുണ്ട്. അതായത് അവരുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരാനാണ്. അപ്പോൾ ഇപ്പോൾ വി ആർ ദ വേൾഡ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എയിം നിങ്ങളിലേക്ക് തിരികെ വരാനാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അവർക്ക് ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്, നിങ്ങളെ സ്വന്തമാക്കാൻ പറ്റും, അവർക്ക് അതിലൊരു വിജയം ലഭിക്കുമെന്ന് അവർക്കൊരു പൂർണ്ണമായ ഒരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി പഴയ കാര്യങ്ങളെ വിട്ടുകളയാനും പുതിയതിനെ സ്വീകരിക്കാനും തയ്യാറാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ട് ഭൂതകാലത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ടെല്ലാം കോംപ്രമൈസിലൂടെ പറഞ്ഞ് അവസാനിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ സമ്പത്തും കുറേ സൗന്ദര്യമൊന്നുമല്ല, ജീവിതത്തിൽ മനസമാധാനമാണ് വേണ്ടതെന്ന് അവർ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഏറ്റവും ജീവിതത്തിൽ വേണ്ട അത്യന്താപേക്ഷികമായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസമാധാനമാണ്. അതിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകാനാണ് ആ ഒരു വ്യക്തി. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറാലിറ്റി കാർഡ് വന്നുകൊണ്ട് തന്നെ പുറമേ നിന്ന് ഒന്നിനെ, അതായത് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതെ കാര്യങ്ങളെ നല്ല രീതിയിൽ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ ഒരു വ്യക്തി തീരുമാനം എടുക്കുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് നിങ്ങളിൽ നിന്ന് അകന്നു പോയൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഒന്നുമില്ലാത്ത ആ ഒരു സമയത്തുള്ള അവരെന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു വ്യക്തി ഒരു മനസമാധാനവും സന്തോഷമൊക്കെ എന്താണെന്ന് അറിഞ്ഞത്. പക്ഷെ അവിടെ അവിടെ പൈസയില്ല, ലക്ഷറി ലൈഫൊന്നും ഉണ്ടാവണമെന്നില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വേണ്ടത്, മനസമാധാനമാണ്. കുറേയൊക്കെ സമ്പാദിച്ചിട്ടോ കുറേ പണം തേടിപ്പോയിട്ടോ ഒന്നും കാര്യമില്ല. അവർ വേണമെങ്കിൽ നല്ലൊരു പണമുള്ളൊരു വ്യക്തിയായിരിക്കും, വ്യക്തിയുടെ അടുത്തേക്കായിരിക്കും അവർ പോയത്, അല്ലെങ്കിൽ സുഖലോലുപമായ കുറേ സിറ്റുവേഷൻസിലേക്കായിരിക്കും പോയത്. പക്ഷേ അവിടെയൊന്നും അവർക്ക് ഹാപ്പിയല്ല. ജീവിതത്തിൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യങ്ങൾക്ക് വരെ സന്തോഷം കൊടുക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഹാപ്പിനെസ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. അപ്പം ഈവൻ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലും ഒരു സന്തോഷം കണ്ടെത്തുക, അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്നൊക്കെ അവരിപ്പം ചിന്തിക്കുന്നുണ്ട്. അതായത് ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും, ഓരോ മൊമെൻറ്റിനെയും, ജീവിതത്തിൻ്റെ ഓരോ മൊമെൻറ്റിനെയും സന്തോഷത്തോടെ ഇരിക്കുക, അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് അവരുടെ എടുത്തുചാട്ടം കൊണ്ടാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. എടുത്തുചാട്ടം കൊണ്ടാണ് നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോയത്, അല്ലെങ്കിൽ ഒരു തെറ്റായ തീരുമാനമാണ് എടുത്തത്, ഞാൻ എൻ്റെ തെറ്റായ തീരുമാനം എടുത്തുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ വിഷൻ കാർഡാണ്. ആ ഒരു വ്യക്തി പുതിയൊരു തലത്തിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുള്ളതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. കാര്യം ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു നിർണായകമായ റോൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഒരു കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അത്രത്തോളം അവർ ഈ ഒരു സമയത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് മറ്റേ വ്യക്തിയുടെ ഗ്ലാമർ അല്ലെങ്കിൽ മറ്റേ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് പോയതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ അവരെ ഒരുപോലെ കമ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും ഇവർ. നീ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയായിരിക്കും ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ്, ഇപ്പോൾ തേർഡ് പാർട്ടി ഉള്ളവരുടെ കാര്യത്തിൽ. അപ്പം നിങ്ങളെ അവരെയും കമ്പയർ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരിക്കും അവർക്ക്. അതായത് അവരുടെ മേന്മകളൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് പറയുക, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. കുറച്ച് പേരുടെ എനർജിയാണ് പറയുന്നത്. പക്ഷേ അതിലൊക്കെ ഇപ്പോൾ അവർക്ക് റിഗ്രറ്റ് ഉണ്ട്.
അവർ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ ഇടയിൽ കുടുങ്ങിക്കിടന്ന് അവരുടെ സന്തോഷമൊക്കെ നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണ്. പക്ഷെ ഇപ്പം ചിന്തിക്കുന്നുണ്ട്, പുറമേ അങ്ങനെ ഒരാളെ അങ്ങനെ ഞാൻ എടുത്ത തെറ്റായ തീരുമാനമാണ്, ഞാൻ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്, അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് വിലപ്പെട്ട ഒരു എൻ്റെ ജീവിതമാണ് നഷ്ടമായത് എന്നൊക്കെ ആ ഒരു വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ കാര്യങ്ങളെ ഞാനിവിടെ പറഞ്ഞതുപോലെ ന്യൂ വിഷൻ കാർഡ് പറയുന്നതിന് കാര്യങ്ങളെ ഒരു പുതിയ വീക്ഷണകോണിൽ നിന്ന് ആ ഒരു വ്യക്തി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെയൊന്നും പോയാൽ പോരാ, കാര്യങ്ങളെ അവർ മനസ്സിലാക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഇപ്പം ന്യൂ വിഷൻ കാർഡ് അതാണ് പറയുന്നത്, അതായത് കാര്യങ്ങളെ ആ ഒരു വ്യക്തി നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ജീവിതത്തിൽ നിങ്ങളായിരുന്നു ശരി എന്നൊക്കെ ആ ഒരു വ്യക്തി, ആന്തരിക സമാധാനമാണ് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. വേറെ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സിനൊരു സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അതായത് എപ്പോഴും നിങ്ങളുമായിട്ട് യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊക്കെ തെറ്റായിരുന്നു. നിങ്ങളുമായിട്ട് എപ്പോഴും വാക്ക് തർക്കവും അനാവശ്യമായ തർക്കങ്ങൾ, അതൊന്നും അങ്ങനെയല്ല. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് നിൽക്കേണ്ടത്, അല്ലാതെ നമ്മൾ സ്നേഹിക്കുന്നവരോടൊപ്പം അല്ല നിൽക്കേണ്ടത് എന്നാണ് അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഇതൊരു ദൈവികപരമായ കൂടിച്ചേരലും കൂടി ആകാം നിങ്ങളുടെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മനസ്സ് ചിന്തകളിൽ നിന്ന് വിമുക്തമാകുമ്പോൾ ലഭിക്കുന്ന ആഴത്തിലുള്ള അറിവിനെയൊക്കെയാണ് ഈ ഒരു കാർഡുകളൊക്കെ സൂചിപ്പിക്കുന്നത്, ലാസ്റ്റ് വന്ന കാർഡൊക്കെ സൂചിപ്പിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി അവരുടെ സന്തോഷം കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ അവർക്ക് എന്താണോ സന്തോഷം തരുന്നത് ആ ഒരു കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ചുറ്റുമുള്ള ഒന്നിനെയും നോക്കുന്നില്ല, ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക എന്ന് പറയുമല്ലോ. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ്. നിങ്ങളെ അത്രത്തോളം ആ ഒരു വ്യക്തിക്ക് വേണം എന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ. അതായത് ആ ഒരു വ്യക്തിക്ക് ഇവിടെ സംഭവിക്കുന്ന, നമുക്ക് ലാസ്റ്റ് പറഞ്ഞു നിർത്തുമ്പോൾ എനിക്കൊരു സ്പിരിച്വൽ റീബർത്താണ് ആ ഒരു വ്യക്തി. ന്യൂ വിഷൻ കാർഡാണ്. അതായത് ആ ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മസാക്ഷാത്കാരം സംഭവിക്കുന്നതാണ്, സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്പിരിച്വൽ റീബർത്ത്. അതായത് പഴയ ചിന്തകളൊക്കെ വെടിഞ്ഞ് സത്യത്തെ നേരിട്ട് കാണാൻ അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളാണ് ശരിയെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നതായിട്ടുണ്ട്, ഒരു പൂർണ്ണത വരുന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ അവർക്ക് വ്യക്തമാകുന്നുണ്ട്. അവർക്ക് അത് നിങ്ങളുടെ ഹസ്ബൻഡാകാം, വൈഫാവാം, ലവറാവാം, ആരുമാവാം. അതായത് ഒരു കാര്യത്തിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കാൻ ആ ഒരു വ്യക്തിക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബാക്ക് ബോൺ നിങ്ങളായിരുന്നു. നിങ്ങൾ ആ ഒരു ബന്ധത്തിന് നൽകിയ പ്രാധാന്യവും സ്നേഹമൊന്നും അവർക്ക് എങ്ങൊന്നും ലഭിക്കില്ല എന്ന് അവർക്കറിയാം. അതുപോലെ തന്നെ ഇവിടെ ആത്മീയ വളർച്ചയുടെ ഭാഗമായിട്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങൾക്കായിട്ടൊരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഒരു പുതിയൊരു വ്യക്തിത്വമായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട, ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ജീവിതത്തിൽ കുറേ പണമൊന്നുമല്ല, പണം സമ്പാദിച്ചിട്ടും അല്ലെങ്കിൽ കുറേ പദവികളോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല ജീവിതത്തിൻ്റെ മുതൽക്കൂട്ട്. സ്നേഹമാണ് അല്ലെങ്കിൽ സമാധാനമാണ് ജീവിതത്തിൻ്റെ അടിത്തറ എന്നവർ ചിന്തിക്കുന്നൊരു നിമിഷമാണ്. ഇപ്പോൾ അവർക്ക് കാശുണ്ടാവാം, അവർക്ക് ലക്ഷറി ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം, പക്ഷേ മനസ്സമാധാനം ഇല്ല. ഇപ്പോൾ അവർക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. അവരുടെ മനസ്സ് കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ്. അമിത ചിന്തകളിൽ നിന്ന് അവർക്ക് മനസ്സിനെ വിമുക്തമാക്കണം. അതിന് നിങ്ങളിലേക്ക് വരണം. കാര്യം അവർക്ക് ഇപ്പോഴത്തെ ആ ഒരു ബന്ധത്തിൽ ഒട്ടും മനസ്സമാധാനം ലഭിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. അവർ കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് തിരികെ വരാനാണ് ആ ഒരു വ്യക്തി ശ്രമിക്കുന്നത്. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഇപ്പോഴും ഉള്ളതായിട്ടാണ് എനിക്ക് റീഡിങ്ങിൽ നിന്ന് മനസ്സിലായത്. ആ ഒരു വ്യക്തിയുടെ മനസ്സ് നിറയെ നിങ്ങളാണ്, നിങ്ങളോടുള്ള സ്നേഹമാണ്, സത്യസന്ധമായ സ്നേഹമാണ്. ജീവിതത്തിൽ ആ ഒരു വ്യക്തി പതറിപ്പോകുന്ന നിമിഷങ്ങളാണ് ഇപ്പോഴവരുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള അവർ വിശ്വസിച്ചത് എന്താണ്, ഇപ്പോഴത്തെ ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഒരുപാട് ഗുണകരമാകും. നിങ്ങൾക്ക് സമ്പത്തില്ലായിരിക്കാം, നിങ്ങൾക്കൊന്നുമില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ട്.
ആ ഒരു സ്നേഹിക്കാനുള്ള ഒരു ആ മനസ്സ് കാണാതെയാണ് ആ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിപ്പോയത്. അതിലവർക്ക് അതീവ ദുഃഖം ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്ന നിമിഷങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്. തീർച്ചയായും ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. അവർക്കിപ്പോൾ ഒരു സ്പിരിച്വൽ റീബർത്താണ് സംഭവിക്കുന്നത്. ഒരു ആത്മസാക്ഷാത്കാരം അവർക്ക് സംഭവിച്ചു കഴിഞ്ഞു. പഴയ കാര്യങ്ങളൊക്കെ അവർ മറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ അവർക്ക് കുറേ വ്യക്തത വരുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് ആഴത്തിൽ ചില കാര്യങ്ങളൊക്കെ. ജീവിതത്തിൽ ഏറ്റവും വലുത് സ്നേഹമാണെന്ന് ആ ഒരു വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവർക്കിപ്പോൾ ഒരു സ്നേഹമൊന്നും കിട്ടുന്നില്ല. കുറേ പൈസയുടെ കണക്കും അതൊന്നും അല്ലല്ലോ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കുറേ പണം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, മനസ്സമാധാനം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ആ ഒരു മനസ്സമാധാനം കിട്ടണമെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വരണം. നിങ്ങൾ അവരെ അൺകണ്ടീഷണലായിട്ടാണ് സ്നേഹിച്ചത്. യാതൊരു നിങ്ങൾ ആ ഒരു സ്നേഹത്തിനൊരു പരിധി നിശ്ചയിച്ചിട്ടില്ല. നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചു. നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, വൈഫാവാം, ലവറാം. പക്ഷേ ആ ഒരു സ്നേഹം അവർക്ക് ലഭിച്ചിട്ടില്ല മറ്റൊരിടത്തു നിന്ന്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റീഡിങ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നന്ദി, നമസ്കാരം. എല്ലാവരെയും ഈശ്വരൻ രക്ഷിക്കട്ടെ.